കുറച്ചുകൂടി പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. അതായത് കപ്പലിൽ നിന്നും കടലിൽ ചാടിയ ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതിനും അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർക്ക്, അതായത് കണ്ണൂർ, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ബേപ്പൂരിൽ നിന്നും 70 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ്, കണ്ണൂർ ഏഴിമലയിൽ നിന്നും 40 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് അറബിക്കടലിൽ വെച്ച് വാൻഹായ് ചൈനീസ് കണ്ടെയ്നർ ഷിപ്പിന് തീപിടിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ബേപ്പൂരിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. കപ്പലുകളും ഒപ്പം തന്നെ വിമാനങ്ങളും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷീജ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, നേരത്തെ കൊച്ചി തീരത്തിന് സമീപമുണ്ടായ കപ്പൽ അപകടത്തിന്റെ ആശങ്കകൾ നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇതാ വളരെ വേഗത്തിൽ മറ്റൊരു അപകടം കൂടി സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി അതിൽ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റികൾക്ക് നൽകിയിരിക്കുകയാണ്. തീർച്ചയായും മനു, ഏതായാലും സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ആ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. ഇതിൽ ഇപ്പോൾ ഈ കപ്പലിൽ നിന്നും കടലിലേക്ക് ജീവനക്കാർ ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ കൃത്യമായ രീതിയിൽ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കുക, അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട നിർദ്ദേശം അതായത് ജില്ലാ കളക്ടർമാർക്ക് കൈമാറിയിട്ടുണ്ട്. അവിടെ ആ രീതിയിൽ ആശുപത്രികൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശം, ഇവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ആണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ സംസ്ഥാനവും ഇത് നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സംസ്ഥാനത്ത് നിന്നും ഏകദേശം സംസ്ഥാനത്തിന്റെ കപ്പൽശാലിൽ നിന്നും ഏകദേശം 120 കിലോമീറ്ററോളം അപ്പുറത്താണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. എന്നാലും അത് സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ സർക്കാർ നിരീക്ഷിച്ചും വരികയാണ്. മനു, ഷീജ, ഈ പറഞ്ഞതുപോലെ നേരത്തെ നമുക്കറിയാം കൊച്ചിയിലെ MSC എൽസ മുങ്ങിയപ്പോൾ ഉണ്ടായ ദുരന്തം നമ്മുടെ മുൻപിലുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ, ഈ കണ്ടെയ്നറുകൾ വന്നടിഞ്ഞതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ സമാന സാഹചര്യത്തിൽ മറ്റൊരു കപ്പൽ കൂടി അതുപോലെ തീപിടിച്ച് മുങ്ങിയിരിക്കുന്നു, വലിയ മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിൽ എല്ലാ വശങ്ങളും സംസ്ഥാനം പരിശോധിക്കുകയാണോ? ആദ്യഘട്ടത്തിൽ അതിലുണ്ടായിരുന്ന ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികൾ, അതിനുശേഷം കണ്ടെയ്നറുകൾ വീണിട്ടുണ്ടോ, അപ്പോൾ തന്നെ വീണ കണ്ടെയ്നറുകളിൽ എന്താണ്, അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ, ഇങ്ങനെ സമഗ്രമായ പരിശോധന തന്നെയാണോ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? സംശയമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച്, കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം അനുസരിച്ച് ഇത് സംസ്ഥാനത്തെ തീരദേശത്തെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും അതിന്റെ സാധ്യതകൾ എത്രത്തോളം എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്താനുള്ള നീക്കങ്ങൾ ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ കപ്പലിൽ നിന്നും ചാടിയ ജീവനക്കാരെ രക്ഷപ്പെടുത്തുക, അവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കുക, അതാണ് ആദ്യ ഘട്ടം എന്ന രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്.